ഇത് ഹോർമുസ് തുറന്നു. അമേരിക്ക ഇറാനെ നിലംപരിശാക്കി. ഇനി ഇറാന്റെ ഒരു നടപടിയും നടക്കില്ല, അല്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായിട്ടും തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് രംഗത്തെത്തുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ആക്രമണം നടക്കുമ്പോൾ ഈ ട്രംപ് പറയുന്ന ഈ ഒരു കാര്യം. സത്യത്തിൽ ഈ ഹോർമുസിന്റെ നിയന്ത്രണം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? അല്ലെങ്കിൽ ഈ ട്രംപ് പറയുന്നത് പോലെ ഹോർമുസ് തുറന്നു? രേഷ്മ, ട്രംപ് പറയുന്ന കാര്യങ്ങൾ അത് വാസ്തവവുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും കരുതുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതായത് ട്രംപ് ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ US സെൻട്രൽ കമാൻഡ് വഴി അറിയിക്കുന്നത്, ഹോർമുസ് ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്, ഹോർമുസിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ, അമേരിക്കയ്ക്ക് 20% ഫീസ് കൊടുത്തോളൂ, നിങ്ങളെ അമേരിക്ക അപ്പുറം കടത്തും എന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഇറാനെ പരിപൂർണമായി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ, ആയുധപ്പുരകൾ, ഈ പറയുന്ന അവരുടെ കമാൻഡിങ് സെൻറ്ററുകൾ, റഡാർ സെൻറ്ററുകൾ, ഡ്രോൺ കേന്ദ്രങ്ങൾ തുടങ്ങിയവയൊക്കെ ഞങ്ങൾ തകർത്തിട്ടുണ്ട്. ഇറാൻ ഒരു ഭീഷണിയേ അല്ല, അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾ കപ്പലും കൊണ്ട് പോരെ എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒന്ന്, ട്രംപിന് ഇനി ഇറാന് മുന്നിൽ അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതായത് അമേരിക്കയ്ക്ക് ഇറാൻ ഉയർത്തുന്ന ഭീഷണി രണ്ട് തരത്തിലാണ്. ഒന്ന്, ട്രംപിന് വ്യക്തിപരമായിട്ടുള്ള ഭീഷണിയാണ്. രണ്ട്, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും ഗൾഫ് രാജ്യങ്ങളും നിന്ന് കത്തുകയാണ്. അപ്പോൾ അതുവഴി ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി അത് അധികം വൈകാതെ സകലരെയും ബാധിക്കും. അപ്പോൾ ലോകം മുഴുവൻ അമേരിക്കയ്ക്ക് മേൽ, ട്രംപിന് മേൽ വലിയ സമ്മർദ്ദം നൽകും. അതിനൊന്നും അതിജീവിച്ച് ട്രംപിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ വളരെ പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അമേരിക്കയാണ് ആദ്യം ഞങ്ങൾ കരാർ അവസാനിപ്പിച്ചു, ഈ കരാറിനി ഇല്ല, വെടിനിർത്തൽ കരാറിനി ഇല്ല, ഇനി ഞങ്ങൾ കടന്നാക്രമിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇറാനെതിരെ ശക്തമായി രംഗത്ത് വന്നത് ട്രംപ് തന്നെയാണ്. എന്നിട്ട് ഇടയ്ക്ക് ട്രംപ് പറഞ്ഞു, ഇറാൻ ഞങ്ങളുമായി ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടേ, ഞങ്ങൾ നോക്കട്ടെ എന്നിട്ട് ഇപ്പോൾ ഒരു വർത്തമാനം പറഞ്ഞു. പക്ഷേ ഇറാൻ അതിൽ പിടിച്ചില്ല. ഇറാൻ ഇപ്പോൾ ഇന്ന് പറഞ്ഞത്, ഈ കരാർ ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല, ഞങ്ങൾ ആ കരാറുമായി ഒരു തരത്തിലുള്ള സഹകരണത്തിനും ഇല്ല എന്ന് ഇറാൻ പറയുമ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം എന്തായാലും ശക്തമായ യുദ്ധം ഉണ്ടാകുമെന്ന് കൂടി ഇറാൻ അതോടൊപ്പം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രംപിന് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചേ പറ്റൂ, ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. കാരണം ഹോർമുസ് കടലിടുക്കിൽ വലിയ പ്രതിസന്ധി, അതായത് ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 5 മാസം കഴിഞ്ഞു. ഈ 5 മാസമായിട്ടും ഹോർമുസിലൂടെ വളരെ കുറച്ച് ദിവസം മാത്രമേ കപ്പൽ കടന്നു പോയിട്ടുള്ളൂ. ഇപ്പോൾ ബാബൽ മന്ദബ് കടലിടുക്ക്, സൂയസ് കനാലിന്റെ ചെങ്കടലിന്റെ ഭാഗമായിട്ടുള്ള ബാബൽ മന്ദബ് കടലിടുക്ക് അടയ്ക്കാൻ പോവുകയാണെന്ന് ഹൂത്തികൾ പറയുന്നു. ഹൂത്തികൾ ഈ യുദ്ധത്തിൽ ആക്റ്റീവായിട്ട് വരുന്നു. ഹൂത്തികൾ സൗദിയിലേക്ക് ആക്രമണവും നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അറബ് രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ലോകത്ത് സമ്പദ് വ്യവസ്ഥ തകരുന്ന അവസ്ഥയുണ്ടാകും. ഓഹരി വിപണി ഇടിയും, ഡോളറിന് വലിയ പ്രശ്നമുണ്ടാകും. അതുപോലെ പല മേഖലകളിലും, സമസ്ത മേഖലകളിലും പട്ടിണി അടക്കമുള്ള വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിലേക്ക് ലോകം കടക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ട്രംപ് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പെടാപ്പാട് പെടുന്നത്. അപ്പൊ ട്രംപ് അതിനു വേണ്ടിയിട്ട് ഒരു കപട നാടകം കളിക്കുകയാണ്. കപട നാടകം എന്നല്ല, ഒരു കാപട്യം കാണിക്കുകയാണ്. അതായത് ഹോർമുസ് ഞങ്ങളുടെ പക്കലാണ്. ഇറാൻ പറയുന്നത് ഹോർമുസ് അവരുടെ കയ്യിലാണ്, ഹോർമുസ് ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളോട് പറഞ്ഞാൽ മാത്രമേ ഈ കപ്പൽപാതയിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റൂ, ഞങ്ങൾക്ക് ടോള് തരേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങളോട് ചേർന്ന് നിൽക്കേണ്ടി വരുമെന്ന് ഇറാൻ പറയുമ്പോൾ അതേ തന്ത്രം അതേപോലെ അപ്പുറത്ത് ട്രംപും പറയുകയാണ്, ഹോർമുസ് എൻ്റെയാണ്, ഞങ്ങളുടെയാണ്, ഞങ്ങൾക്ക് ടോള് തന്നാൽ ഇതിലേ പോകാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ വിശ്വാസയോഗ്യമായ അവകാശവാദം ഇറാൻ്റെയാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ട്രംപിന്റെ വാക്ക് വിശ്വസിച്ച് 6 or 7 കപ്പലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിലേ പോയി. റഡാറുകളൊക്കെ ഓഫ് ചെയ്ത്, ഈ പറയുന്ന സിഗ്നലുകൾ ഓഫ് ചെയ്ത് ഈ കപ്പലുകൾ അതിലേ പോകുന്നുണ്ടെന്ന് അറിയാത്ത രീതിയിൽ പോകാനായിരുന്നു പദ്ധതി. അതും ഇറാന്റെ തീരത്തൂടിയല്ല, തെക്ക് മാറി ഒമാൻ കടലിനോട് ചേർന്നാണ് ഇവർ പോയത്. പക്ഷെ അതുപോലും ഇറാൻ ഡിക്റ്റക്ട് ചെയ്തിട്ട് ആ കപ്പലുകൾ മുഴുവൻ തകർക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ അതിദാരുണമായ സംഭവം, ഇന്ത്യൻ നാവികർ ഉൾപ്പെടുന്ന കുവൈറ്റ് കപ്പൽ, അത് നമ്മൾ അപലപിക്കുകയാണ് ആക്രമണത്തെ. ഇന്ത്യ ശക്തമായ പ്രതിഷേധം ഇറാനെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യൻ നാവികരുള്ള ഒരു കപ്പലായിരുന്നു, ഇന്ത്യൻ കപ്പലല്ല, ഇന്ത്യൻ നാവികരുള്ള ഒരു കപ്പലാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇന്ത്യൻ കപ്പലുകൾക്ക് ഇളവുകൾ നൽകാം, കാരണം ഇറാനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇന്ത്യ ഇപ്പോൾ കപ്പലുകൾ അതിലെ കടത്തിവിടുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇത് കുവൈറ്റിന്റെ കപ്പലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഇന്ത്യൻ ഉണ്ടായിപ്പോയി എന്നുള്ളത് ഇറാന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഏത് ജീവനക്കാരാണെന്നും അറിയാൻ കഴിയില്ല. അപ്പോൾ അത്രയും ദാരുണമായ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഇതിൻ്റെ ഒക്കെ കുറ്റം ട്രംപിന്റെ തലയിലാണ്. ട്രംപാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. അമേരിക്കയുടെ തെറ്റായ നയതന്ത്ര നീക്കങ്ങളുടെ, തെറ്റായ യുദ്ധ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് മുഴുവൻ ഉണ്ടായത് എന്ന് തന്നെയാണ് ലോകം പറയുന്നത്. അപ്പോൾ ട്രംപ് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു പോംവഴി ഇറാൻ പറയുന്നതൊക്കെ അനുസരിച്ച് കീഴടങ്ങുക എന്നുള്ളത് മാത്രമാണ്. അതിലേക്ക് പോകാൻ ട്രംപിന് സാധിക്കില്ല. ട്രംപിന്റെ ഈഗോ അതിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ ട്രംപ് എന്ത് ചെയ്യുന്നു? ഞാൻ ഹോർമുസ് പിടിച്ചിട്ടുണ്ട് മക്കളെ, പോരെ എന്ന് പറയണം. ഇത് ശരിക്കും പറഞ്ഞാൽ സകല രാജ്യങ്ങളെയും കൊലയ്ക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകളെ വിളിച്ചു വരുത്തി കൊന്നുകളയാനുള്ള അല്ലെങ്കിൽ തകർത്ത് കളയാനുള്ള ട്രംപിന്റെ ഗൂഢപദ്ധതിയുടെ ഭാഗമാണോ അതോ ട്രംപ് അതേക്കുറിച്ച് ചിന്തിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളുടെ നാശം ട്രംപിന് ഏതെങ്കിലും തരത്തിലുള്ള ആനന്ദം നൽകുന്നുണ്ടാകാം. അല്ല എന്നുണ്ടെങ്കിൽ ട്രംപ് തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ മറ്റാരെക്കുറിച്ചും ചിന്തിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഇപ്പം നോക്കുക, ഇപ്പൊ ബന്ദർ അബ്ബാസ്, കിഷം ദ്വീപ് എന്നിവിടങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ട്രംപ് നടത്തുന്നുണ്ട്. ഏതാണ്ട് 200ഓളം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഏറ്റവും ഒടുവിൽ ആക്രമിച്ച് തകർത്തു എന്നാണ് അമേരിക്ക പറയുന്നത്. അതുപോലെ അമേരിക്ക അവരുടെ നേവർ ഡ്രോണുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഡ്രോണുകൾ ഇപ്പോൾ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ ഡ്രോണുകൾ സ്വയം ചിതറിപ്പോകുന്ന, പൊട്ടിച്ചിതറുന്ന ചാവേർ ഡ്രോണുകളാണ്. അപ്പോൾ ഈ ഡ്രോണുകളെ ഡിറ്റക്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അതിവേഗത്തിൽ പോകുന്ന ആധുനിക ശ്രേണിയിൽപ്പെട്ട ഡ്രോണുകളാണ്. ആ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഒരു അന്തർവാഹിനി കപ്പൽ നിർമ്മാണ കേന്ദ്രം, അതുപോലെ തന്നെ അത് അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രം, അങ്ങനെ ഒരു കപ്പൽശാല അത് തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിഷം ദ്വീപിൽ വലിയ ആക്രമണം നടന്നു. അങ്ങനെ പല ഭാഗങ്ങളിലും വലിയ തോതിൽ ആക്രമണങ്ങൾ തീരദേശ മേഖലകളിൽ ഇറാനിൽ നടത്തിയിട്ടുണ്ട് അമേരിക്ക. അപ്പോഴൊക്കെ ട്രംപ് പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടെ വിജയമാണ്, ഇറാൻ ഇനി അധികകാലമില്ല. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ കനത്ത ആശങ്ക ട്രംപിനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രംപ് പറയുന്നത് നിങ്ങൾ പേടിക്കണ്ട, ഇതിപ്പോൾ തീരും, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. എല്ലാ ഉത്തരവാദിത്വം ട്രംപ് ഏറ്റിട്ട് എല്ലാവർക്കും ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ്. അതായത് എല്ലാവരും പറയുന്നത്, ഗൾഫ് രാജ്യങ്ങൾ പറയുന്നത്, ഇന്ത്യ അടക്കം പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കണം. അപ്പൊ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആകെയുള്ള വഴി ഇറാൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ. കാരണം ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ കയ്യിലാണ്. ഇറാൻ നിലനിൽപ്പിന് വേണ്ടിയുള്ള കളിയാണിത്. ഇറാൻ ഒരിക്കലും ഇനി ഹോർമുസ് വിട്ടുകൊടുക്കില്ല. ഹോർമുസ് ആണ് തങ്ങളുടെ വജ്രായുധമെന്നും തങ്ങളുടെ വിലപേശൽ ശേഷി മുഴുവൻ ഹോർമുസിലാണുള്ളതെന്നും കൃത്യമായിട്ട് ഇറാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് ഇറാന്റെ കയ്യിൽ നിന്ന് ഹോർമുസ് പിടിച്ചെടുക്കാൻ വലിയ യുദ്ധം വേറെ നടത്തേണ്ടി വരും. ഇവിടെയാണ്, അതായത് ഇതിനു മുമ്പ് അമേരിക്ക ഞങ്ങൾ നിങ്ങളെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഗൾഫ് മേഖലയിലൊക്കെ വലിയൊരു നീക്കം നടത്തുന്നു. അതായത് ഞങ്ങൾക്കൊപ്പം നിൽക്കൂ, ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന്. അന്നും ഇതേണക്ക് ആക്രമണം നടന്നപ്പോ അമേരിക്ക ഒളിച്ചോടി ബങ്കറിനുള്ളിൽ ഇരിക്കുന്ന ഇപ്പോ ഹോർമുസ് തുറന്ന് നിങ്ങളൊക്കെ വന്നോളൂ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി. അപ്പൊ ഇങ്ങനെ അമേരിക്ക പറയുമ്പോഴും ഈ ഭീഷണി ഏറ്റവും കൂടുതൽ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുകയാണ്. അല്ലെങ്കിൽ ഗൾഫ് മേഖലയ്ക്ക് വലിയ നഷ്ടം ഉണ്ടാകുകയാണ്. അന്ന് ഇതേപോലെ ഈ ആക്രമണം നടന്ന സമയത്ത് ഗൾഫ് മേഖല പറഞ്ഞാണ് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം എന്നുള്ള കാര്യം. അതുപോലും അമേരിക്ക അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇപ്പോ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ട് ഗൾഫ് രാജ്യങ്ങളോടൊപ്പം തെണ്ടുകയാണ് ട്രംപ്. ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങൾ ഹോർമുസ് നിങ്ങൾക്ക് തുറന്നു ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് ആൾക്കിന് പൈസയും കൂടെ കൊടുക്കണമെന്നാണ് ആൾ പറയുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇറാനിലേക്ക് ഇത്ര വലിയ ആക്രമണങ്ങളൊക്കെ നടത്തി വേറെ ഏത് രാജ്യമാണെങ്കിലും തകർന്ന് തരിപ്പണമായി അമേരിക്കയുടെ കാലിൽ വീഴും. പക്ഷെ ഇറാൻ അതിന് തയ്യാറല്ല. ഇറാൻ അവിടെയും അമേരിക്കയെ ഞെട്ടിക്കുകയാണ്. ഈ ആക്രമണങ്ങളൊക്കെ നടന്ന് ഇറാൻ തകർന്നു, ഇറാന്റെ അസ്ഥിവാരം തോണ്ടി ഇനി ഇറാൻ ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് ലോകരാജ്യങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട്, ഹോർമുസ് ഞങ്ങളുടെ കയ്യിലാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ വിജയിക്കാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ട്രംപ് കഷ്ടപ്പെടുന്നുണ്ട്. അതിനിടയിൽ ഇറാൻ ഇതൊക്കെ നുണയാണെന്ന് തെളിയിക്കുന്ന വിധത്തിൽ, ട്രംപ് പച്ചക്കള്ളം പറയുകയാണെന്ന് തെളിയിക്കുന്ന വിധത്തിൽ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുകയാണ്. നോക്കുക, അതിന്റെ കണക്കെൻ്റെ കയ്യിലുണ്ട്. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടന്നിട്ടുള്ള ആക്രമണങ്ങളുടെ ലിസ്റ്റ് നോക്കുക. കുവൈറ്റിലെ US മിസൈൽ താവളം ഇറാൻ ആക്രമിച്ചു. 2 ഹിമാസ് മിസൈൽ ലോഞ്ചറുകൾ, മിസൈലുകൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണുകൾ തുടങ്ങിയവ തീപിടിച്ച് നശിച്ചു. അതുപോലെ IRGCയുടെ എയർഫോഴ്സ് കുവൈറ്റിലെ അൽ സാലിം US താവളത്തിലെ ഇന്ധന ടാങ്കുകൾ, പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിച്ചു. അതുപോലെ FPS സ്ട്രാറ്റജി റഡാർ സംവിധാനം ആക്രമിച്ചു. കുവൈറ്റിലെ US സേനയുടെ മറ്റ് കേന്ദ്രങ്ങൾ, പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ, ബങ്കറുകൾ, സപ്പോർട്ട് ഗോഡൌണുകൾ, ബഹ്റൈനിലെ ഷ്രൈക്ക് ഈസ US താവളം, ഇതെല്ലാം ഞങ്ങൾ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാൻ പറയുന്നത് ഇതിനെ അമേരിക്ക തള്ളിക്കളയുന്നില്ല. ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇറാൻ കള്ളം പറയുകയാണെന്ന് അമേരിക്ക പറയുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു ഡ്രോൺ ബന്ദർ അബ്ബാസിൽ വെടിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോർമുസിലെ എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ
വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇറാൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തെളിയിക്കുന്നത്, അതായത് അമേരിക്ക ഒന്നടിച്ചാൽ ഇറാൻ മൂന്നടിക്കും, 3 ഇരട്ടിയായി മിനിമം തിരിച്ചടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ തിരിച്ചടി ഇറാൻ നൽകുമ്പോൾ ഇറാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ്, ഇറാനിൽ നിന്ന് ഹോർമുസ് ഞങ്ങളുടെ കയ്യിലേക്ക് വരികയാണെന്ന് ട്രംപ് പറയുന്നതിന് എന്ത് ലോജിക്കാണുള്ളത്? അതാണ് ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഹോർമുസ് കടലിടുക്കിൽ ട്രംപ് വീണു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മളതിനെ ഒരു ഇമാജിനറി ആയിട്ട് നോക്കുകയാണെങ്കിൽ, ട്രംപ് ആദ്യം ഒരു വാഹനം എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു യുദ്ധവിമാനത്തിൽ കയറുന്നു, ഇറാനെ തകർക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. അപ്പോൾ ട്രംപ് ചിന്തിക്കുന്നത് ഇറാനിൽ ആക്രമണം നടത്തി ഖാംനെയെ വധിച്ച് തങ്ങൾക്ക് അനുകൂലം ഒരാളെ അവിടെ ഭരണത്തിൽ കൊണ്ടുവന്ന് ഇറാനിയൻ ജനത മുഴുവൻ ഇസ്ലാമിക ഭരണത്തിനെതിരെ തിരിഞ്ഞ് ഈ പുതിയ ഭരണകൂടത്തോടൊപ്പം നിൽക്കുമ്പോൾ പിന്നെ ഇറാൻ എൻ്റെ കയ്യിലാണ്, വെനസ്വലയിലെ പോലെ ഇറാനും എൻ്റെ കയ്യിൽ തന്നെ നിൽക്കും. അവിടെ എണ്ണപ്പാടമുണ്ട്, ആണവോർജ്ജമുണ്ട്, ഈ പറയുന്ന ഹോർമുസ് ഉണ്ട്. പട്ടിച്ച കളറാണ് ട്രംപ് ഹോർമുസ് ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ കളി മൊത്തം കളിച്ചത്. ആ കള്ളത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അവസാന ആശാൻ പറയുകയാണ് ഹോർമുസ് എനിക്ക് വേണം, എൻ്റെയാണ്, എനിക്ക് തന്നിട്ട് പോയാൽ മതി. ഇത് മുമ്പ് എഴുതി വെച്ച കഥയാന്നേ, അത് പറയാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. ഇപ്പോഴും പറയാനുള്ള ഒരു ധാർമ്മികതയോ ഒരു അവസരമോ അമേരിക്കയ്ക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അത് പറയാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ട്രംപ് അവസാനം അത് പൊട്ടിച്ചതാണ്. എന്തായാലും അങ്ങനെ ട്രംപ് ഇറാനിലേക്ക് പോകുന്നു, ആക്രമണം നടത്തുന്നു, ഖാംനെയെ വധിക്കുന്നു. അതുവരെ ആക്രമണങ്ങളൊക്കെ കറക്റ്റാണ്, പദ്ധതി കറക്റ്റാണ്. പക്ഷെ അതിനുശേഷം നേരെ തിരിഞ്ഞു. അതായത് ഇറാനെ വിഭജിക്കാൻ വേണ്ടി നടത്തിയ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഇറാൻ ജനതയെ ഒന്നിപ്പിച്ചു. ഖാംനെയുടെ സംസ്കാര ചടങ്ങിന് കോടിക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തു. അവർ മുഴുവൻ ട്രംപിനെതിരെ യുദ്ധം ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് മുൻപെങ്ങുമില്ലാത്ത 5 പതിറ്റാണ്ട് കാലം അല്ലെങ്കിൽ 50 വർഷക്കാലത്തോളം ഭരിച്ചിട്ട് ഇന്നേ വരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ആ ഭരണകൂടത്തിന് മുന്നിൽ നിന്നിട്ടില്ല എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ഇറാനിൽ എപ്പോഴും സ്വാതന്ത്ര്യത്തിന് വേണ്ടി കരയുന്ന സ്ത്രീകളുണ്ട്. ഇറാനിൽ ഇസ്ലാമിക ഭരണകൂടത്തെ മടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാധാരണക്കാരായ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. ഇസ്ലാമിക റിപ്പബ്ലിക് ഇറാനിൽ അടിമത്തമാണ് നൽകുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മാധ്യമങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഖാംനെയുടെ മരണത്തിന് ശേഷം നടന്ന സംസ്കാര ശുശ്രൂഷ ചടങ്ങ് വന്നതോടെ ഈ പറയുന്ന മുഴുവൻ പ്രശ്നങ്ങളും അവിടെ ഇല്ലാതാവുകയാണ്. ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതോടുകൂടി ട്രംപിൻ്റെ സകല കിളിയും പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ട്രംപ് ആ വിമാനവും യുദ്ധം പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് പുള്ളി വന്നു. അതിനുശേഷം വെടിനിർത്തൽ, ഈ പറയുന്ന അപ്പോഴും കണ്ണ് ഹോർമുസിലാണ്, ഹോർമുസും തുറന്ന് കിട്ടിയിട്ട് വേണം അടുത്ത പണിയെടുക്കാൻ. അപ്പോൾ വീണ്ടും വെടിനിർത്തൽ വരുന്നു. അങ്ങനെ ഹോർമുസ് തുറന്നു, കപ്പലുകളൊക്കെ പോയി ഒന്ന് റിലാക്സ്ഡായി. വീണ്ടും ഇറാനിലേക്ക് അമേരിക്ക ആക്രമണം നടത്തി. പക്ഷെ ഇത്തവണ അമേരിക്കൻ പടക്കപ്പലുകൾ, നാറ്റോയുടെ പടക്കപ്പലുകളൊക്കെ ഉപയോഗിച്ച് ഹോർമുസിനെ പിടിക്കാനായിരുന്നു ട്രംപിന്റെ നീക്കം. അങ്ങനെ ട്രംപ് ഹോർമുസിലേക്ക് കാലെടുത്ത് വെച്ചു. ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. അവിടെ വീണു ട്രംപ്. അതാണ് ഇതിന്റെ ഒരു ഇമാജിനറി അവസാനിച്ചാലും ശരി തന്നെ ഹോർമുസ് അമേരിക്കയ്ക്ക് കൊടുക്കില്ലെന്നല്ല, ഇറാൻ എവിടേക്കും അതിന്റെ അധികാരം കൊടുക്കില്ല. അമേരിക്ക എന്നല്ല, മറ്റൊരാൾക്കും. കാരണം ഇതിന് ഇത്രയും പവർ ഉണ്ടെന്ന് ഇറാൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ രേഷ്മ എന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന് നേരെ 5 മാസക്കാലത്തോളം ലോകശക്തികളായിട്ടുള്ള അമേരിക്കയും ഇസ്രായേലും നിരന്തരമായി ആക്രമണം നടത്താം. അവിടുത്തെ ഭരണാധികാരികൾ കൊല്ലപ്പെടുന്നു, സൈനിക തലപ്പത്തുള്ളവർ കൊല്ലപ്പെടുന്നു, അവിടുത്തെ ആയുധപുരകൾക്ക് ആക്രമണം നടത്തുന്നു, അവിടുത്തെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുമെന്ന് പറയുന്നു, ഊർജ്ജ കേന്ദ്രങ്ങൾ അടിയുന്നു, എണ്ണപ്പാടങ്ങൾ തകർക്കുന്നു, അവിടുത്തെ കുടിവെള്ള സ്രോതസ് പോലും മുട്ടിക്കുന്നു, ഇലക്ട്രിസിറ്റി ഇല്ലാതാക്കുന്നു. അങ്ങനെ ഒരു രാജ്യത്തെ 3-4 മാസം തലങ്ങും വിലങ്ങും അടിക്കണം ഇവന്മാര്. എന്നിട്ടും ആ രാജ്യം തല ഉയർത്തി നിന്ന് തിരിച്ചടിക്കുകയാണ്, ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലാതെ തിരിച്ചടിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന് എന്തും ചെയ്യാന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഏതറ്റം വരെ അവർ പോവും. അവർ പറഞ്ഞ നിലപാടിൽ നിന്ന് ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. ഇറാൻ ഇന്നേ വരെ, ഈ നിമിഷം വരെ യു ടേൺ അടിക്കുകയോ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയോ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. അതാണ് ഇറാന്റെ ഏത് നേതാവായിക്കൊള്ളട്ടെ. ഇപ്പൊ മുജ്തബ ഖാംനെയി, അദ്ദേഹം വന്നിട്ട് ആദ്യം പറഞ്ഞത് എൻ്റെ പിതാവിന്റെ രക്തത്തിന് പകരം ചോദിക്കും, ഇറാന്റെ ഭരണകൂടത്തിന്റെ രക്തസാക്ഷിത്വത്തിന് പകരം ചോദിക്കും എന്നാണ്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചേക്കാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യം, അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് വധിക്കുമെന്ന് പരസ്യമായിട്ട് പറയുമോ? അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പ്രതികാരം തീർക്കുമെന്ന് പറയുമോ? നെതന്യാഹു ഉണ്ട് അതിന്, മറ്റ് 10-13 ഉന്നതരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇറാനെ സംബന്ധിച്ച് ഇറാന് ഹോർമുസ് വിട്ടുകൊടുക്കാതിരിക്കാനും ഏതറ്റം വരെയും പോകും. കാരണം ഇതിന് അത്രയും പവർ ഉണ്ട്. ഈ ഇറാൻ ഹോർമുസ് അടച്ചതോടുകൂടി ലോകം മുഴുവൻ പ്രകമ്പനം കൊള്ളുകയാണ്, വിറയ്ക്കുകയാണ്.
ലോകം മുഴുവൻ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാന് മാത്രമേ പറ്റൂ, ഇറാന് മാത്രമേ എന്തെങ്കിലും സംഭവിക്കൂ. അല്ലെങ്കിൽ അമേരിക്ക ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഇത് ലോകം മുഴുവൻ അടിക്കുകയാണ്. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള് കയ്യിലിരിക്കുമ്പോൾ അത് അമേരിക്കനെ മനസ്സിലാക്കി കൊടുത്തു കേട്ടോ. ആ ആയുധം, ആ വജ്രായുധം ട്രംപാണ് ഇറാനെ കൊടുത്തത്. ഈ യുദ്ധമില്ലായിരുന്നെങ്കിൽ ഇറാൻ ഇപ്പോഴും മനസ്സിലാവില്ലായിരുന്നു ഹോർമൂസ് ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. അപ്പൊ അത് പരമാവധി അവർ ചെയ്തത് ചെങ്കടൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ചെങ്കടൽ പോലെയല്ല ഹോർമൂസ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കച്ചവടങ്ങൾ നടക്കുന്ന, അതും ട്രംപിനോട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ മുഴുവൻ കച്ചവടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് പൂട്ടിയതോടുകൂടി സകല കിളിയും പോയി ട്രംപിന്റെ. അപ്പോൾ ട്രംപ് അക്ഷരാർത്ഥത്തിൽ ഹോർമൂസിൽ വീണു. ഇനി അവിടെ നിന്ന് നീന്തി കയറുക അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും രക്ഷിക്കാൻ വരിക എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ട്രംപ് ചെയ്യേണ്ടത് ഇറാനോട് തന്നെ രക്ഷിക്കാൻ അഭ്യർത്ഥിക്കുക. ഇതല്ലാതൊന്നും തീരാൻ പോകുന്നില്ല. എന്തായാലും ഹോർമൂസ് തുറന്നു എന്ന് പറഞ്ഞ ട്രംപിന് വെച്ചടി തിരിച്ചടിയാണ്, അടിയോടടിയാണ്. അമേരിക്കയ്ക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇറാനും ക്ഷീണമുണ്ട് കേട്ടോ. ഇറാനിൽ ആക്രമണം നടക്കുന്നുണ്ട്, ഇറാനിൽ തകരുന്നുണ്ട് പലതും. പക്ഷേ ഇറാൻ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലാതെ അതിശക്തമായി തിരിച്ചടിക്കുമ്പോൾ ട്രംപിന്റെ ക്ലെയിം മുഴുവൻ ഒന്നുമല്ലാതാവുകയാണ്. അതാണ് ഇതിലെ പോയിന്റ്. എന്തായാലും അപ്പോൾ ഇറാനെ കീഴടക്കുക എന്നത് ട്രംപിനെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല, നടക്കാനും പോകുന്നില്ല. അപ്പോൾ ആകെ ചെയ്യാവുന്നൊരു കാര്യമെന്ന് പറയുന്നത് വെല്ലുവിളികളൊക്കെ അവസാനിപ്പിച്ച് നയപരമായിട്ട് ഗൾഫ് രാജ്യങ്ങളെ മധ്യസ്ഥ നിർത്തി ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ല എങ്കിൽ ഈ യുദ്ധം ഇനിയും തീവ്രമാകും. ഇനിയും ഒരുപാട് തീവ്രമാകും, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും, ലോകത്തിന് മുഴുവൻ വലിയ വിപത്തുണ്ടാകും. ട്രംപ് ഇനിയും വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ, ട്രംപ് വിചാരിക്കുന്ന പോലെ ഇറാൻ കാലിൽ വീഴുന്നൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. ആകെ ട്രംപ് തുടങ്ങി വെച്ച യുദ്ധം ട്രംപ് തന്നെ ഇട്ടിട്ട് പോവുക എന്നുള്ളതല്ലാതെ ഒരു വഴിയും ട്രംപിന് മുന്നിലില്ല. അപ്പം അത് സംഭവിക്കാത്തിടത്തോളം കാലം വലിയ വിനാശമായിരിക്കും ഉണ്ടാവുക.